ഈ ബി.ഫാം പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്, ടഫാണോ അതോ ഈസിയാണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 2023 ബി.ഫാം പഠിച്ച് കഴിഞ്ഞിറങ്ങിയത്. അപ്പോൾ എൻ്റെ ഒരു വ്യൂവിൽ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ, നമ്മൾ എന്നും പഠിച്ച് പോവുക. അതായത് ടീച്ചേഴ്സ് എന്താ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ സിലബസിൽ കവർ ചെയ്യുന്നത്, അത് എന്നൊന്നുമില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ജസ്റ്റ് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പാസ്സാവാൻ കഴിയും. ടഫാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ ഏത് കോഴ്സാണെങ്കിലും പഠിക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ അത്യാവശ്യമൊക്കെ നമുക്ക് സ്കോർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചൊന്ന് ഇപ്പോൾ നമുക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്റ്റഡി ലീവിൻ്റെയൊക്കെ ഒരു 1 മന്ത് ആ ടൈം ആകുമ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡിസ്റ്റിങ്ഷനോട് വേണമെങ്കിൽ ഡിസ്റ്റിങ്ഷനോട് പാസ്സാവാം. അങ്ങനെ തന്നെ നമുക്ക് പാസ്സാവാവുന്നതേ ഉള്ളൂ കേട്ടോ. ടഫ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള മെഡിസിനൽ കെമിസ്ട്രി, അതുപോലെ തന്നെ ഫാർമക്കോളജി, പിന്നെ അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സ്, പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഇതുണ്ടാവും, ഇൻസ്ട്രുമെൻ്റൽ അനാലിസിസ് കാര്യങ്ങളൊക്കെ. അതൊക്കെ കുറച്ചൊക്കെ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. അപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്, ആദ്യമേ ഇഷ്ടമാണ്. +2 എടുത്തപ്പോൾ തന്നെ സയൻസ് എടുത്തപ്പോൾ തന്നെ എനിക്ക് കെമിസ്ട്രി വൺ ഓഫ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ കെമിസ്ട്രി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി നമുക്ക് മെഡിസിനൽ കെമിസ്ട്രി ആകുമ്പോഴും അതിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ മെഡിസിനൽ കെമിസ്ട്രി കുറച്ച് ഒരു ടഫാണെന്ന് പറയാൻ കാരണം വെച്ചാൽ അത് നമ്മൾ ഓരോ മരുന്നുണ്ടല്ലോ, ആ മരുന്നിൻ്റെയൊക്കെ സ്ട്രക്ചറുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ബെൻസീനൊക്കെ വെച്ചിട്ട് കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വലിയ വലിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, ചിലതൊക്കെ വലുതായിരിക്കും. അങ്ങനത്തെ സ്ട്രക്ചേഴ്സുകളൊക്കെ നമ്മൾ ഓരോന്ന് വരച്ച് അത് നമ്മൾ പഠിക്കുക വേണ്ടി വരും. കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് പാസ്സാവുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ ടഫ് അങ്ങനൊന്നും പറയാവുന്നതില്ല. ജസ്റ്റ് പാസ്സായി പോകണം എന്നുള്ളവർക്കൊക്കെ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചാൽ തന്നെ പാസ്സാവാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബി.ഫാം എന്ന് പറയുന്നത് ഐ തിങ്ക് ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിലാണെങ്കിലും വളരെയധികം നമുക്ക് സാലറി വളരെയധികം കുറവാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് വേറെ കൺട്രീസിലൊക്കെ പോകണമെങ്കിലും എക്സാംസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടിയൊക്കെ വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ കാര്യം പറയണമെങ്കിൽ ഞാനൊരിക്കലും ബി.ഫാം ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തു എന്നും പറയാൻ പറ്റില്ല. ഞാൻ നീറ്റ് എഴുതിയിരുന്നു. നീറ്റ് എഴുതിയിട്ട് എനിക്ക് BAMS അതിന് കിട്ടിയിരുന്നു. അപ്പോൾ അതിന് പോയില്ല, കുറച്ച് കാര്യങ്ങളുണ്ടാണ്ട് പോയില്ല. അപ്പോൾ പിന്നെ ആകെ ഉള്ള ഓപ്ഷൻ ബി.ഫാം ഒക്കെ ആയിരുന്നല്ല. ബി.ഫാമിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിട്ടൊന്നുമല്ല, അങ്ങനെ പോയതാണ്. ഏതായാലും കുഴപ്പമില്ലാതെ പോന്നു.